live session from Tiju's Academy, Mavelikara. So, I am Akhila. So, എല്ലാ ഫ്രൈഡേയും നമ്മൾ റീഡിങ്ങിൻ്റെ ഓരോരോ ആസ്പെക്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ഡീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ IELTS റീഡിങ്ങിൻ്റെ. ആൻഡ് ടുഡേ നമ്മൾ എല്ലാവരും കുറച്ച് ട്രിക്കി ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു ആസ്പെക്റ്റ് റീഡിങ്ങിൽ, എന്നാൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആസ്പെക്റ്റാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us വെയിറ്റ് ഫോർ our friends to join in our live session. ഓക്കെ, സോ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ സെഞ്ച്വറി. എന്താണ് സെഞ്ച്വറി എന്ന് പറയുന്നത്? സെഞ്ച്വറി ഇസ് എ പീരീഡ് ഓഫ് 100 years അല്ലേ. 100 വർഷത്തിൻ്റെ ആ ഒരു പീരീഡിനെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേരാണ് സെഞ്ച്വറി. സോ മെയിനായിട്ടും ഇപ്പം നമ്മൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് IELTS റീഡിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നന്നായിട്ട് റീഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്, സ്കില്ലുള്ള ഒരാളാണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന നമ്മളെ എത്തിക്കാതെ പോകുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു സെഞ്ച്വറി അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് അല്ലേ. സോ പലപ്പോഴും നമുക്ക് റീഡിങ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പ്രയാസമൊന്നും കാണത്തില്ല. എന്നാൽ ഈ ഒരു ഫാക്ടർ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടൈമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെഞ്ച്വറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെഞ്ച്വറിനെ എങ്ങനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നോക്കാൻ പോകുന്നത്. യെസ്, ചാൾസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമ്മൾ നോക്കാം സെഞ്ച്വറി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് റീഡിങ്ങിൽ വല്ല ഇമ്പോർട്ടൻസ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കിയിട്ട് നമുക്ക് സെഞ്ച്വറി എന്താണെന്ന് ആ വക കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ നോക്കി ആ ഒരു മോഡലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഫ്രം ദ ഇൻഫർമേഷൻ ഇൻ ദ റീഡിംഗ് പാസേജ് ക്ലാസിഫൈ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആസ് ഒക്കറിങ്. സോ ഈവൻറ്റ്സ് ഒക്കർ ചെയ്യുന്നതിൻ്റെ ബേസിസിൽ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിലെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് സെഞ്ച്വറീസ് ആണ് കാണാൻ പറ്റുന്നത് അല്ലേ. സോ ബിഫോർ ദ 19th century, during the 19th century, in the first half of the 20th century, at the end of the 20th century. ഈ രീതിയിലാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. സോ സെഞ്ച്വറി എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിൽ കാണാനായിട്ട് പറ്റിയിരിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ ആവണം പാസേജിൽ നിന്ന് ഒരു നിർബന്ധമില്ല. പാസേജിൽ എപ്പോഴും നമുക്കറിയാം പാരാഫ്രേസിങ്ങും അതുപോലെ തന്നെ സിനോണിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെപ്പോഴും വേർഡ്സിനെ അല്ലെങ്കിൽ സെൻറ്റൻസസിനെ ഒക്കെ റീപ്ലേസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇയറിനെ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഞ്ച്വറി നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും ഇയർ കീവേഡായിട്ടായിരിക്കും നമ്മുടെ പാസേജിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില കേസസിൽ ഇയറിന് പകരം അതിൻ്റെ കറസ്പോണ്ടിങ് സെഞ്ച്വറി ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു ഇൻസൈറ്റ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സെഞ്ച്വറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ പീരീഡ് ഓഫ് 100 years. 100 വർഷത്തിൻ്റെ ആ ഒരു കാലാവധിയെ നമ്മളാണ് സെഞ്ച്വറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാറുണ്ട് 16th century. 16th century എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഫാക്ടർ, 16th century എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താ 1600 to 1799 വരെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. ബട്ട് ഇറ്റ്സ് എ മിസ്കോൺസെപ്ഷൻ. 16th century എന്ന് പറഞ്ഞാൽ 1501 1501 മുതൽ 1600 അഥവാ 1600 വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 16th century എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ. സോ 16th century മീൻസ് 1501 to 1600. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഇയറിലായിരിക്കും അല്ലെങ്കിൽ ഏത് സെഞ്ച്വറിയിലായിരിക്കും ജീവിക്കുന്നത്? നമ്മളിപ്പോൾ 21st centuryയിലാണ് ജീവിക്കുന്നത്, റൈറ്റ്? യെസ്. സോ 21st century എന്ന് പറയുമ്പോൾ എന്താ? 2001 തൊട്ട് അല്ലേ ഒന്ന് നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുക. നമ്മുടെ സെഞ്ച്വറിയിൽ തന്നിരിക്കുന്ന ആ നമ്പറിൽ നിന്നും ഒന്നിനെ ഡിഡക്റ്റ് ചെയ്യുക, 1 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. സോ 21ൽ നിന്ന് 1 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 20. സോ അതിൻ്റെ കൂടെ 20 മീൻസ് 2001. 2001 തൊട്ട് എന്ന് വരെ 21st centuryയിലെ ആ ഒരു ഡേറ്റ്, ആ ഒരു 21ൻ്റെ കൂടെ 2 സീറോയും കൂടെ ആഡ് ചെയ്താൽ നമുക്കത് എൻഡ് ചെയ്യുന്ന ഇയറും കിട്ടും. സോ 2001 തൊട്ട് 2100 വരെയാണ് ഏതെന്ന് പറയുന്നത്? 21st century എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Okay, yes, Anisha K. Saji, good afternoon. Anup Philip, good afternoon. Okay,
സോ 16th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1 നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു 15. സോ 15 നോട്ട് 1 തൊട്ട് എന്നാൽ നമുക്ക് സെഞ്ചുറിയിൽ തന്നിരിക്കുന്ന സെയിം ഡിജിറ്റ് അതിൻ്റെ കൂടെ 2 0 ആഡ് ചെയ്യുക അല്ലേ. സോ 15 നോട്ട് 1 ടു 1600 ആണ് 16th സെഞ്ചുറി എന്ന് പറയുന്നത്. ആൻഡ് 2001 തൊട്ട് 2100 വരെയുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഇയർ ആണ് എന്തെന്ന് പറയുന്നത് 21st സെഞ്ചുറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവുക 1551 എന്നായിരിക്കും. സോ 1551 ഏത് സെഞ്ചുറിയിലാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റനിൽ അത് ഇൻ കേസ് സെഞ്ചുറി എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ 1551 ഏത് സെഞ്ചുറിയിലായിരിക്കും? ബേസിക്കലി ഇറ്റ് ബിലോങ്സ് ടു 16th സെഞ്ചുറി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഷാലു, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് കുറച്ച് സെഞ്ചുറിയെ ഇയർ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സെഞ്ചുറിയെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കാം നമ്മുടെ റീഡിംഗ് പാസേജിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ 13th സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഇയർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും ആ ഇയർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 13th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എന്ന് തൊട്ട് ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെ ആയിരിക്കും? നേരത്തെ പറഞ്ഞായിരുന്നു 1 ഡിഡക്റ്റ് ചെയ്യുക. സോ 13ൽ നിന്ന് 1 ഡിഡക്റ്റ് ചെയ്താൽ എത്രയായിരിക്കും? 12. സോ 12 നോട്ട് 1 തൊട്ട് 1300 വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 13th സെഞ്ചുറി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. 12 നോട്ട് 1 തൊട്ട് 1300 വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് 13th സെഞ്ചുറി എന്ന് വിളിക്കുന്നത്. സോ 1300-ലായിരിക്കും അവസാനിക്കുന്നതെങ്കിൽ അത് ഏത് സെഞ്ചുറിയാണെന്ന് പറയാം? 13th സെഞ്ചുറിയാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, യെസ് അർച്ചന ബി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം മെയിനായിട്ട് റീഡിങ്ങിൽ അപ്പിയർ ചെയ്യുന്ന 13th സെഞ്ചുറിന്ന് മാത്രമല്ലാതെ 13th സെഞ്ചുറിയുടെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിനെ വേറെ ഡിഫറെൻറ്റ് രീതിയിലൊക്കെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറിയുടെ ആദ്യ പകുതി. 13th സെഞ്ചുറിയുടെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമുക്കറിയാം ഒരു സെഞ്ചുറിയിൽ എത്ര ഇയേഴ്സ് ആണുള്ളത്? 100 ഇയേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ എവിടെ തൊട്ടായിരിക്കാം? ആദ്യം തൊട്ട് അതിൽ 50 വരെ ആയിരിക്കാം ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി. അപ്പോൾ 13th സെഞ്ചുറി എന്ന് തൊട്ടായിരുന്നു? 1201 തൊട്ടായിരുന്നു, 12 നോട്ട് 1 തൊട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 12 നോട്ട് 1 തൊട്ട് 1250 വരെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് 13th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ സെക്കൻഡ് ഹാഫ് എത്രയായിരിക്കും? നമ്മൾ നിർത്തിയ ആ ഒരു 1501 തൊട്ട് അല്ലെ 1251 തൊട്ട് 1300 വരെ ആയിരിക്കും സെക്കൻഡ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ റീഡിംഗ് പാസേജിൽ ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറിയിലാണ് ഒരു ഇൻസിഡൻറ്റ് നടന്നതെന്ന് തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു 13th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ നമ്മുടെ പാസേജിൽ അല്ലെങ്കിൽ ക്വസ്റ്റനിൽ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ക്വസ്റ്റനിലാണ് 13th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നിട്ടുള്ളതെങ്കിൽ പാസേജിൽ എന്ത് ചെയ്തിരിക്കാം? അതൊരു ഇയർ ആയിട്ടായിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ അത് 1235 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. ആ 1235 എന്ന് പറയുന്നത് 13th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഇയർ ആണെന്ന് നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് പ്രോപ്പറായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് 13th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിൽ ഏതൊക്കെ ഇയർ ആണ് ബിലോങ് ചെയ്യുന്നത്? 1251 തൊട്ട് 1300 വരെയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാം? അത് 13th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സെക്കൻഡ് ഹാഫിനെ വേറൊരു രീതിയിൽ നോർമലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ലാറ്റർ ഹാഫ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് എന്നും സെക്കൻഡ് ഹാഫ് എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്നും ലാറ്റർ ഹാഫ് എന്നും പറയാറുണ്ട്. രണ്ടാം പകുതി നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫോമർ ആൻഡ് ലാറ്റർ. സോ ലാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആയിട്ടാണ് എപ്പോഴും സെക്കൻഡ് എന്നാണ് പറയുന്നത്. സോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ രണ്ടാമത് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ലാറ്റർ എന്ന് പറയുന്നത്. സോ ലാറ്റർ ഹാഫ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഏത് ഹാഫ് ആയിരിക്കും? സെക്കൻഡ് ഹാഫ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെ നമുക്ക് സെഞ്ചുറീനെ ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ റീഡിംഗ് പാസേജിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി, സെക്കൻഡ് ഹാഫ് ഓഫ് 13th സെഞ്ചുറി. സെക്കൻഡ് ഹാഫ് ഇപ്പോൾ 13th സെഞ്ചുറി നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞേ ഉള്ളൂ. അതിപ്പോൾ ഏത് സെഞ്ചുറി വെച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ സെക്കൻഡ് ഹാഫിന് പകരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം പാസേജിൽ ലാറ്റർ ഹാഫ് എന്നുള്ള രീതിയിൽ വരാം. ഇനി നോക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇയറിനെ എന്ത് ചെയ്ത് നോക്കാം? സെഞ്ചുറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ സെഞ്ചുറിയെ ഇയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ആ ഒരു സെഞ്ചുറി ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഡിഡക്റ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇയറിനെ നമ്മൾ സെഞ്ചുറി ആക്കണമെങ്കിലോ ആദ്യത്തെ ആ ഒരു 2 ഡിജിറ്റ്സ് അല്ലേ, ഫസ്റ്റ് 2 ഡിജിറ്റ്സിൻ്റെ കൂടെ നമ്മൾ 1 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ 1495 ഏത് സെഞ്ചുറിയിലായിരിക്കും വരിക? 1495. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? 14 എന്നുള്ളതാണ് അല്ലേ. 14 ഇസ് ദ ഫസ്റ്റ് 2 ഡിജിറ്റ്സ്. സോ വി നീഡ് ടു ആഡ് 1.
സോ 14+1 15th സെഞ്ച്വറിയിലായിരിക്കും 1495 വരുന്നത്. സോ ക്വസ്റ്റ്യനിൽ 1495 എന്നാണെങ്കിൽ പാസേജിൽ ചിലപ്പോൾ എന്തായിരിക്കും തന്നിട്ടുണ്ടാവുക, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 15th സെഞ്ച്വറിയുടെ എന്താണ് അവസാന ഭാഗം എന്നുള്ള രീതിയിലായിരിക്കാം നമുക്ക് ചിലപ്പോൾ പാസേജിൽ തന്നിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ? 1495 നടന്ന ഒരു ഈവൻറ്റിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് 1495 എന്ന് തന്നെ പാസേജിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 15th സെഞ്ച്വറി എന്ന് വന്നാലും നമുക്ക് എന്ത് ഊഹിക്കാം, ഓക്കെ 15th സെഞ്ച്വറി എന്ന് തൊട്ട് എന്ന് വരെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അവസാനം, അപ്പോൾ 15th സെഞ്ച്വറി 1500-ലാണ് അവസാനിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ എന്താ, 1495 എന്ന് പറയുമ്പോൾ എന്തായാലും ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 15th സെഞ്ച്വറി തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയാലോ, 1902 ഏത് സെഞ്ച്വറി ആവാം? ഫസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുക, എത്ര ആഡ് ചെയ്യാം? 1 ആഡ് ചെയ്യാം. സോ 19+1 ഏത് സെഞ്ച്വറിയിലാണ് 1902 വരുന്നത്? 1902 ബിലോങ്സ് ടു 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിലാണ് വരുന്നത് അല്ലേ, 20th സെഞ്ച്വറിയിലാണ് വരുന്നത്. സോ അത് അവസാനിക്കുന്നത് ഏത് ഇയറിലായിരിക്കും? 2000-ലായിരിക്കും. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതോ 1901-ലുമായിരിക്കും. ഓക്കെ, സോ 1901-ൽ തുടങ്ങുന്ന ആ ഒരു സെഞ്ച്വറിയാണ് 20th സെഞ്ച്വറി എന്ന് പറയുന്നത്. അവസാനിക്കുന്നത് 2000-ലുമായിരിക്കും. വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സോ ബിഗിനിങ് ഓഫ് 20th സെഞ്ച്വറി അല്ലെങ്കിൽ ഏർലി 20th സെഞ്ച്വറി എന്നൊക്കെ വേണമെങ്കിൽ അതെന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മുടെ പാസേജിൽ തരാവുന്നതേ ഉള്ളൂ. ഏർലി 20th സെഞ്ച്വറി എന്ന് തരാം, ബിഗിനിങ് ഓർ ദ ഡോൺ ഓഫ് 20th സെഞ്ച്വറി, 20th സെഞ്ച്വറിയുടെ ആ ഒരു ഡോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് തരാം, ഡോൺ മീൻസ് പ്രഭാതം എന്നാണ്, ഒരു കാര്യം പുതിയതായിട്ട് ഉണ്ടാവുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ 20th സെഞ്ച്വറിയുടെ ഡോൺ അല്ലെങ്കിൽ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 1902-നെ അവർക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. സോ ഈ ഒരു ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലോ 1902-നെ പറ്റിയിട്ട് തന്നെയാണ് അവർ നമ്മുടെ പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. സോ ആ ഒരു രീതിയിൽ ഇനി നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി നോക്കിയാലോ, 1853 ഏത് സെഞ്ച്വറി ആയിരിക്കാം? ഫസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുന്നു, 1 ആഡ് ചെയ്യുന്നു. സോ 18+1 19. സോ 18th സെഞ്ച്വറി 1853 ഏത് സെഞ്ച്വറിയിലായിരിക്കും? 1853 വരുന്നത് 19th സെഞ്ച്വറിയിലായിരിക്കും. സോ 19th സെഞ്ച്വറിയുടെ ഏകദേശം നമുക്കറിയാം 50-ക്ക് ശേഷം, കണ്ടോ 1853 എന്നാണ് തന്നിരിക്കുന്നത്. 50-ക്ക് മുന്നേ നമുക്കറിയാം ഫസ്റ്റ് ഹാഫാണ്. 50-ക്ക് ശേഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, അത് സെക്കൻഡ് ഹാഫ് ഓഫ് 19th സെഞ്ച്വറിയാണ്. 19th സെഞ്ച്വറിയുടെ രണ്ടാം പകുതി, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ടുവേർഡ്സ് ദ മിഡിൽ ഓഫ് 19th സെഞ്ച്വറി എന്നൊക്കെ പറയാം. 19th സെഞ്ച്വറി ഏകദേശം മദ്യം എന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 1853 53 49 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ആ ഒരു മിഡിൽ ആയതുകൊണ്ട് തന്നെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് 19th സെഞ്ച്വറി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, രണ്ടാം പകുതി എന്നും പറയാം, ബിക്കോസ് 50-ക്ക് ശേഷം ആയതുകൊണ്ട്. ഓക്കെ, സോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും പ്രാധാന്യം ഇല്ല എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ടോപ്പിക്കാണ് ഇത്. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ലതായിട്ട് റീഡ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. സോ ഈ ഒരു ആസ്പെക്റ്റ് ഇപ്പോൾ തൊട്ട് എല്ലാവരിലും ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു കാര്യം ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലേ, നമ്മളതൊന്ന് പരീക്ഷിച്ചും കൂടെ നോക്കണം, നമ്മൾക്കത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പരീക്ഷിച്ചും കൂടെ നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാലോ. യെസ്, ടിൻറ്റു രവീന്ദ്രൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി റീഡ് ചെയ്ത കാര്യമാണ്. കുറച്ച് ഇവൻറ്റ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളത് ഏത് ഇറയിലാണ് ഓർ ഏത് സെഞ്ച്വറിയിലാണ് നടന്നിട്ടുള്ളതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so write the appropriate letters A to D for questions 1 to 5. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് ഏത് സമയത്ത് ഏത് കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളതെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻസ് ഓൾറെഡി റീഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സൺ ബാഗ്സ് സിപ്പ്, ആ ഒരു സിപ്പ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഏത് ഇയറിലാണ് ഓർ ഏത് സെഞ്ച്വറി, നമുക്ക് ഇയർ അല്ല കണ്ടുപിടിക്കേണ്ടത്, സെഞ്ച്വറിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഒരു കാര്യത്തിനെ തന്നെ നമുക്ക് ഇവിടുത്തെ കീ വേർഡായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. യെസ്, കീ വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതാണ് സൺ ബാഗ് സിപ്പർ. സോ ആ ഒരു സിപ്പറിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം തൊട്ട് ഒന്ന് സ്കിം ചെയ്ത് നോക്കാം. യെസ്, നമ്മളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സോ സിപ്പർ എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സൺ ബാഗ്സ് സിപ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരാൾ എന്താണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിപ്പറിൻ്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ സൺ ബാഗ് എന്നുള്ള ആ ഒരു പേര് നമ്മൾ കണ്ടത് എവിടെയാണ്? ഒരു സ്വീഡിഷ് ബോൺ എഞ്ചിനീയർ ആണ്, അദ്ദേഹത്തിൻ്റെ പേരാണ്. ഓക്കെ, സോ ആ ഒരു പേര് കണ്ടിട്ടുള്ള സെയിം പാരഗ്രാഫിൽ തന്നെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള സിപ്പറിൻ്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വേൾഡിലെ ഫസ്റ്റ് സിപ്പർ വന്നിരിക്കുന്നത് 1893 സോ 1893 കണ്ടില്ലേ, ഇയർ ആയിട്ടാണ് നമ്മളോട് തന്നിരിക്കുന്നത്. 1893 ഏത് സെഞ്ചുറി ആവാം? ഇയറിനെ സെഞ്ചുറി ആക്കണമെങ്കിൽ ഫസ്റ്റ് 2 ഡിജിറ്റ്സിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യും. സോ 1893 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏത് സെഞ്ചുറിയാണ്? 19th സെഞ്ചുറിയാണ്. സോ 1893 ആദ്യമായി സിപ്പർ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ചിക്കാഗോയിൽ. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റനിൽ സൺ ബാഗ് സിപ്പറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു സിപ്പർ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പേർട്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 20 years later, 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സിപ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സൺ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയർ. സോ 1893 കൂടെ 20 കൂട്ടിയാൽ എത്ര വരും? 1893 കൂടെ 20 കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 1913. എന്തായിരിക്കും? 1913. ഈ 1913 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇയർ ആണോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? 1913 ഒരു ഇയർ നമുക്ക് തന്നിട്ടുണ്ടോ? ഓക്കെ, 1913 എന്ന് കാണുമ്പോൾ നമ്മൾ ഓക്കെ 19th സെഞ്ചുറി ആണ് എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാൾ ഏത് ഓപ്ഷനെ പിക്ക് ചെയ്യത്തുള്ളൂ? ഡ്യൂറിങ് ദ 19th സെഞ്ചുറി എന്നുള്ള ബി ഓപ്ഷൻ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. ബട്ട് 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 19th സെഞ്ചുറി ഏതല്ല? 1913 എന്ന് പറഞ്ഞാൽ 19th സെഞ്ചുറി ആണോ? 13 എന്ന് പറഞ്ഞാൽ ഏത് സെഞ്ചുറിയിലാണ് അത് ബിലോങ് ചെയ്യുന്നത്? 20th സെഞ്ചുറിയിലാണ്. 20th സെഞ്ചുറിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി എന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 20th സെഞ്ചുറി എന്ന് തന്നിട്ടുണ്ട്. 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിലാണോ അതോ ഏറ്റവും എൻഡിലാണോ ഈ 1913 ഉള്ളത്? ഒന്ന് കോമെൻറ്റ് ചെയ്യാമോ അറിയാവുന്നവരുണ്ടെങ്കിൽ. 1913 എന്ന് പറയുമ്പോൾ 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫ് ആണോ അതോ എൻഡ് ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതനുസരിച്ച് 1913 ബിലോങ്സ് ടു ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി ബിക്കോസ് 1950യുടെ മുൻപാണ് ഇതെന്ന് പറയുന്നത് 1913. സോ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഏത് ഓപ്ഷൻ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ? ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഓപ്ഷൻ സി ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി എന്നുള്ള ഓപ്ഷൻ ഒരു കൺഫ്യൂഷനും കൂടാണ്ട് നമുക്ക് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ സി ആണ് സൺ ബാഗ്സ് സിപ്പർ എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി. സോ ക്ലിയർ ആയിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഇയറിൻ്റെ കണക്കുകളൊന്നും നമുക്ക് അറിയത്തില്ല, നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, 19th സെഞ്ചുറി എന്നുള്ളത് 1913 എന്നുള്ളത് 19th സെഞ്ചുറി എന്നാണെന്ന് ഒരാൾ മിസ്കോൺസെപ്ഷൻ ആണ് ആളുടെ മൈൻഡിലുള്ളതെങ്കിൽ ആൾ ഒബ്വിയസ്ലി റീഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ സെഞ്ചുറിയുടെ കാര്യം അറിയാത്തതുകൊണ്ട് റോങ് ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഏതാണെന്ന് പറയുന്നത് 1913 എന്ന് പറയുന്നത് 20th സെഞ്ചുറിയിലാണ് ബിലോങ് ചെയ്യുന്നത്. 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫും ആണ്. സോ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇവൻറ്റ് നോക്കാം അല്ലേ. സോ സെക്കൻഡ് ഇവൻറ്റ് ഏതാണ്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് നൈലോൺ അല്ലേ. നൈലോണിൻ്റെ ഡെവലപ്മെൻ്റ് എന്നാണ് നമുക്ക് സെക്കൻഡ് ഇവൻറ്റ് തന്നിരിക്കുന്നത്. നൈലോണിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്കൊന്ന് സ്കിം ചെയ്ത് നോക്കാം. യെസ്, നൈലോൺ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നൈലോൺ ഇസ് എ വെരി ടഫ് സിന്തറ്റിക് ഫൈബർ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ദ 1930s. 1930s നൈലോണിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ 1930s എന്നുള്ള ഇയർ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ, 1930s ഇയർ കാണുന്നുണ്ടോ ഇവിടെ? ഇല്ല, സെഞ്ചുറിയേ ഉള്ളൂ. 1930s എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് 19th സെഞ്ചുറിയിലല്ല ബിലോങ് ചെയ്യുന്നത്, 20th സെഞ്ചുറിയിലാണ്. 20th സെഞ്ചുറിയെ ബേസ് ചെയ്തിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി ഉണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് 20th സെഞ്ചുറി ഉണ്ട്. സോ 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിലാണോ അതോ എൻഡിലാണോ 1930s വരുന്നത്? 1930s എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ബിഫോർ 50 ആണ്, 50ക്ക് ശേഷമാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സോ 50ക്ക് മുൻപായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇൻ ദ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ആദ്യ പകുതിയിൽ എന്ന് തന്നെ 1930s നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഏതായിരിക്കും ഉത്തരം? നമ്മളിപ്പോൾ എടുത്ത സെയിം ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് 4 ഓപ്ഷൻസേ ഉള്ളൂ, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് മീൻസ് നമ്മളോട് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടില്ല, പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കാം. കാരണം 4 ഓപ്ഷൻസേ ആകെപ്പാടെ നമുക്കുള്ളൂ. എന്തായാലും 5 ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആയിട്ട് ആൻസർ ചെയ്യുകയും വേണം അല്ലേ. ഓക്കെ, സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നൈലോൺ എന്ന് പറയുന്നത് ഏത് സെഞ്ചുറിയിൽ നടന്നിട്ടുള്ളതാണ്? 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിൽ നടന്നിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഡെവലപ്മെൻറ്റ് ഓഫ് വെൽക്രോ. വെൽക്രോയുടെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വെൽക്രോയുടെ ഡെവലപ്മെൻറ്റ് നോക്കാം. Velcro, a fascinating product, was made in the period between 1980s and 1990s. So 1980s-ൻ്റെയും 1990s-ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ഏത് വെൽക്രോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇയർ അതുപോലെ തന്നിട്ടുണ്ട്. നമുക്കതിനെ സെഞ്ചുറിയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1980s-ഉം 1990s. 1980s എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാലഘട്ടം വരും അതിൽ? 1980 തൊട്ട് 1980s എന്ന് പറയുമ്പോൾ 1980 തൊട്ട് 1989 വരെയുള്ള ഇയേഴ്സ് അതിൽ വരും. അതുപോലെ 1990s എന്ന് പറയുമ്പോഴോ 1990 തൊട്ട് 1999 വരെ വരും. സോ 1980s-ഉം 1980s-ഉം 1990s-ഉം ഏത് സെഞ്ചുറിയിലാണ് ബിലോങ് ചെയ്യുന്നത്? 1980s ആൻഡ് 1990s സെഞ്ചുറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. സോ 20th സെഞ്ചുറിയാണ്. 20th സെഞ്ചുറിയുടെ 2 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫും എൻഡും. സോ 1980s-ഉം 1990s എന്ന് പറയുമ്പോൾ 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫ് ആയിരിക്കുമോ? ആദ്യ പകുതിയിൽ വരുന്നതാണോ 80-ഉം 90-ഉം? അല്ല, 50ക്ക് ശേഷമാണ്, അത് അവസാനിക്കാൻ പോവുകയാണ് അല്ലേ, 20th സെഞ്ചുറി അവസാനിക്കാൻ പോവുകയാണ്. സോ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദ 20th സെഞ്ചുറി. റൈറ്റ് ആൻസർ അറ്റ് ദ എൻഡ് ഓഫ് ദ 20th സെഞ്ചുറി എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതേപോലെ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ. ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിപ്പറിനെ പറ്റി പറഞ്ഞു, നൈലോണിനെ പറ്റി പറഞ്ഞു, ആൻഡ് വെൽക്രോ ഈ ഒരു പാസേജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട് ടൈപ്പ് റൈറ്റർ ആൻഡ് ദ കീബോർഡ് എന്നുള്ള കാര്യം. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഇതാണ്, ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ. ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൻ്റെ സെക്കൻഡ് ലൈനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓൾദോ ദെയർ ഹാഡ് ബീൻ പേറ്റൻസ് ഫോർ ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻസ് ആസ് ഏർലി as 1714 when Queen Anne of England granted a patent to a man called Henry Mill. സോ ഹെൻറി മിൽ എന്ന് ഉള്ള ഒരാൾക്ക് ക്വീൻ ആൻ ഓഫ് ഇംഗ്ലണ്ടിലെ ക്വീൻ ആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീന് 1714 തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ ഏത് ഇയറിലാണ് കൊണ്ടുവന്നതെന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1714 എന്നുള്ളതാണ് ഇയർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ സെയിം പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇയറിനെ സെഞ്ചുറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 1714 എന്ന് പറയുമ്പോൾ ഏത് സെഞ്ചുറി ആയിരിക്കും? ഇറ്റ് ഇസ് 18th സെഞ്ചുറി. 18th സെഞ്ചുറിയുടെ എവിടെയാണ്? 18th സെഞ്ചുറി തന്നെയാണ് 1714 എന്ന് പറയുമ്പോൾ. അപ്പോൾ 18th സെഞ്ചുറി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? 20th സെഞ്ചുറി എന്നുള്ള 2 ഓപ്ഷൻ എന്തായാലും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് 18th സെഞ്ചുറി എന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടോ? 18th സെഞ്ചുറി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. 19th സെഞ്ചുറി എന്നുള്ള 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബിഫോർ ദ 19th സെഞ്ചുറി ആൻഡ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ 19th സെഞ്ചുറി എന്നാണ്. ഓക്കെ, 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എന്തായാലും 19th സെഞ്ചുറിയുടെ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ 19th സെഞ്ചുറി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ 18th സെഞ്ചുറി എന്ന് പറയുന്നതിനെ ഏതായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? ബിഫോർ ദ 19th സെഞ്ചുറി. 19th സെഞ്ചുറിക്ക് മുൻപാണല്ലോ എന്തായാലും 18th സെഞ്ചുറി ഉള്ളത്. സോ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ. അപ്പോൾ 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എന്താണ്? ബിഫോർ ദ 19th സെഞ്ചുറി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ലൈക്ക് മെഷീൻ ഡെവലപ്പ് ചെയ്ത ആ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്, സൂര്യ സുനിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം.
അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഷോൾസ് ടൈപ്പ് റൈറ്റർ. ഷോളിൻ്റെ ടൈപ്പ് റൈറ്റർ ആദ്യം അപ്പിയർ ചെയ്തത് ഏത് സെഞ്ചുറിയിലാണ്? സോ ക്രിസ്റ്റഫർ ഷോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളിനെയാണ് അല്ലേ ഷോൾസിൻ്റെ ടൈപ്പ് റൈറ്റർ വന്നിട്ടുള്ള ആ ഒരു ടൈം നമുക്ക് സെയിം നെയിം തന്നെ നമ്മുടെ പാസേജിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ ഷോൾസ് അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റർ അപ്പിയർ ചെയ്തത് ഏത് ഇറയിലാണെന്നാണ് അല്ലെങ്കിൽ ഏത് സെഞ്ചുറിയിലാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഷോൾസ് സെയിം നെയിം തന്നെ വീണ്ടും കാണാം. ഷോൾസ് ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ഓഫ് ദ മോഡേൺ ടൈപ്പ് റൈറ്റേഴ്സ്. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താ പറഞ്ഞത്? ഇൻ ദ 1860s. സോ 1860s അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റർ ന്യൂസ് പേപ്പർ എഡിറ്റർ കോൾഡ് ക്രിസ്റ്റഫർ ഷോൾസ് ലിവ്ഡ് ഇൻ മിൽവാക്വേ USA. ഷോൾസ് ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ഓഫ് ദ മോഡേൺ ടൈപ്പ് റൈറ്റർ. അപ്പോൾ അദ്ദേഹമാണ് മോഡേൺ ടൈപ്പ് റൈറ്ററിൻ്റെ ആദ്യ വേർഷൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏത് ഇയറിലാണ് അല്ലെങ്കിൽ ഏത് ടൈം പീരീഡിലാണ്? 1860s. യെസ് രഞ്ജിനി ജി നായ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ 1860s ഏത് സെഞ്ചുറിയാണ്? വിതൗട്ട് എനി കൺഫ്യൂഷൻ നമുക്ക് പറയാം, ഇറ്റ് ബിലോങ്സ് ടു 19th century. 19th centuryയിലാണ് ബിലോങ് ചെയ്യുന്നത്. സോ 19th centuryനെ ബേസ് ചെയ്തിട്ട് വി ഹാവ് ടു ഓപ്ഷൻസ്. ഓപ്ഷൻ എ ബിഫോർ ദ 19th century ആൻഡ് ഓപ്ഷൻ ബി ഡ്യൂറിങ് ദ 19th century. സോ 1860s എന്ന് പറയുന്നത് 19th century മുൻപാണോ? അല്ല, 19th century തന്നെയാണ്. എന്തായാലും ഓപ്ഷനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഡ്യൂറിങ് ദ 19th century. 19th centuryയിലാണ് ഏത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് അപ്പിയർ ചെയ്തിട്ടുള്ളത്? ഷോൾസിൻ്റെ ടൈപ്പ് റൈറ്റർ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ഏത് ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്? ഓപ്ഷൻ ബി. ആൻഡ് നൗ our last question, the development of the voice activated computer. So voice activated computer എന്നാണ് ഡെവലപ്പ് ചെയ്തത്? നോക്കിയാലോ, വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ എന്നുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് തന്നിട്ടുണ്ടോ? യെസ്, വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ടൈം പീരീഡിലാണത് കണ്ടുപിടിച്ചത്? ആ ഒരു വേർഡ് ഫ്രേസ് അപ്പിയർ ചെയ്യുന്ന സെൻറ്റൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് ദ കീബോർഡ് വിൽ എവർ ബി ചേഞ്ച്ഡ് ആസ് വി അപ്രോച്ച് ദി 21st century. ദ വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ഓൾറെഡി ഇൻ ആൻ അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. സോ വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ഇപ്പോഴേ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിലാണ്. ഏത് സെഞ്ചുറിന്ന് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്? 21st century. 21st century എന്തായിരിക്കും? 21st century എന്തായാലും ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th century നമുക്ക് പറയാൻ പറ്റുമോ? 21st centuryയോട് ഏറ്റവും റിലേറ്റ് ചെയ്തിട്ടുള്ളത് 19th century ആണോ? അല്ല, 20th century ആണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ട്. ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th century എന്നും അറ്റ് ദ എൻഡ് ഓഫ് 20th century എന്നും ആണുള്ളത്. സോ 21st centuryയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 21st centuryയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഒബ്വിയസ്ലി 20th centuryയുടെ അവസാന സമയമായിരിക്കും അല്ലേ? സോ അറ്റ് ദ എൻഡ് ഓഫ് 20th century എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? 21st century എന്നുള്ള ആ ഒരു വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതിൻ്റെ അല്ലെങ്കിൽ വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടറിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഏതാണ്? 21st century ആണ്. 21st century എന്ന് പറയുമ്പോൾ ഏത് തന്നെയാണ്? അറ്റ് എൻഡ് ഓഫ് 20th century എന്നുള്ള ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എപ്പോഴും എസ്പെഷ്യലി ജനറൽ പാസേജിൽ മിക്കവാറും നമുക്കിതുപോലെ കാണാൻ പറ്റാറുണ്ട്. ഇയർ ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ ഇയറിനെ സെഞ്ചുറി ആയിട്ടായിരിക്കാം നമ്മളുടെ പാസേജിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ചില കേസസിൽ സെഞ്ചുറി ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഓഫ് 20th century അല്ലെങ്കിൽ ടുവേർഡ്സ് ദ മിഡിൽ ഓഫ് 18th century എന്നൊക്കെ സെഞ്ചുറി എന്നുള്ള രീതിയിലായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. എന്നിട്ട് പാസേജിൽ ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാക്ട്ലി ആ ഒരു ഇയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇയറിനെ സെഞ്ചുറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സെഞ്ചുറിനെ ഇയറുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഫാക്ടർ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഇപ്പം കണ്ടില്ലേ, ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ തന്നിരിക്കുന്നത്. സോ 6 ക്വസ്റ്റ്യൻസ് ഇതേപോലെ അപ്പിയർ ചെയ്തിട്ട് നമുക്ക് അത്രയും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോറിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെഞ്ചുറിനെയൊക്കെ എങ്ങനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിന് ഇയറിനെ സെഞ്ചുറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഏതൊക്കെയാണ് നോർമലി അപ്പിയർ ചെയ്യുന്ന എക്സ്പ്രഷൻസ് എന്നൊക്കെ ഇനിയും ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ വിൽ ബി കമ്മിങ് വിത്ത് യെറ്റ് അനദർ ടോപ്പിക്. ഓക്കെ, നമുക്കിതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒബ്വിയസ്ലി നമ്മൾ അങ്ങനത്തെയുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ വോൺസൊക്കെ നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ കോമൻറ്റ് സെക്ഷനിൽ കൂടെ പ്ലീസ് ലെറ്റ് us know that. Okay. So we will be
seeing in our next live session. And now Akhila signing off. Thank you.